ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ഭേദഗതി ചെയ്യാനുള്ള VBG റാംജി ബില്ലിൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. 10 മണിവരെയാണ് ചർച്ച. മഹാത്മാഗാന്ധിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള ബില്ലാണെന്നാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞത്. ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടാനും സാധ്യതയുണ്ട്. അതേസമയം ഇന്നലെ അവതരിപ്പിച്ച ആണവോർജ്ജ ബിൽ ലോക്സഭ പാസാക്കി. ബൽറാം നെടുങ്ങാടി ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഇപ്പോഴും ചർച്ച നടക്കുകയാണോ ലോക്സഭയിൽ? SKN തീർച്ചയായും ഇപ്പോഴും ലോക്സഭയിൽ ഈ പുതിയ റാംജി ബില്ലിലുള്ള ചർച്ചകൾ തുടരുകയാണ്. ഈ ബില്ല് ഇന്ന് ചർച്ചയ്ക്കായി അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞത് ഇത് മഹാത്മാഗാന്ധിയുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ല് എന്നാണ്. എന്നാൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ഭൂരിഭാഗം പ്രതിപക്ഷാംഗങ്ങളും ബില്ലിൽ എതിർപ്പുന്നയിച്ചു. ബില്ല് പിൻവലിക്കുക അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുക എന്നീ കാര്യങ്ങളാണ് പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ബില്ലിന്റെ പേരുമാറ്റം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്നതിൽ മഹാത്മാഗാന്ധിയുടെ പേര് ഒഴിവാക്കിക്കൊണ്ട് റാംജി എന്ന പേര് ബില്ലിന് നൽകിയതിനെതിരെ പ്രതിപക്ഷാംഗങ്ങളിൽ നിന്നും കടുത്ത വിമർശനമാണ് ഉയർന്നത്. ഇതോടൊപ്പം തന്നെ തൊഴിൽ ദിനങ്ങൾ 125ആയി വർദ്ധിപ്പിക്കുമ്പോഴും ഇതിന്റെ ബാധ്യത സംസ്ഥാന സർക്കാരുകളുടെ തലയിൽ കെട്ടിവെക്കുന്നു. 40% തുക സംസ്ഥാനങ്ങൾ ആണ് നൽകേണ്ടത് എന്നതിലും വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ 60 ദിവസത്തോളം തൊഴിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള വ്യവസ്ഥയും ഈ ബില്ലിലുണ്ട്. അത് സീസൺ പരിഗണിച്ചുകൊണ്ടാണ് അത്തരത്തിലൊരു വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെതിരെയും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടേക്കുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. 10 മണിക്കൂർ ചർച്ചയാണ് ബില്ലിൽ അനുവദിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി 10 മണി വരെ ചർച്ച നടക്കും. അതിനുശേഷം നാളെ 12 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വീണ്ടും ചർച്ചകൾ തുടരും. ഈ ബില്ല് സംബന്ധിച്ച് BJP NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പോലും ആശങ്കകളുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ബില്ല് JPCക്ക് വിടും എന്നുമുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. എന്തായാലും ചർച്ച പുരോഗമിക്കുമ്പോൾ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. അതേസമയം കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ന്യൂക്ലിയർ ഊർജ ഭേദഗതി ബിൽ, ആണവോർജ ഭേദഗതി ബില്ല് അല്പസമയം മുമ്പ് ലോക്സഭ പാസാക്കി. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിലാണ് ബില്ല് ലോക്സഭ പാസാക്കിയത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.